നിയമവും ഇതേപോലെ തിരുവനന്തപുരത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് നിയമം. നിയമത്തിൽ ഒരു പ്രഡിക്ഷന് അല്പം സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അവിടുത്തെ ഒരു ഒഴുക്ക്, അടിയൊഴുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിടെ എന്തത്ഭുതവും സംഭവിക്കാം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന ഒരു സ്ഥലമാകുമ്പോൾ ഈ അവസാന ദിവസങ്ങളിലെ വർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ അവിടെ NDAയും LDFും തമ്മിൽ ഒരു ഒരുമിച്ച് ഒരേ ശക്തിയിൽ നിൽക്കുന്നത് പോലെയാണ് മനസ്സിലാക്കുന്നത്. അത് ഒന്നും കൂടി വിശകലനം ചെയ്താലേ ഒരു വ്യക്തതയോടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇനി തൃശ്ശൂർ ജില്ലയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു മണ്ഡലമാണ് മണലൂർ. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആ വ്യക്തിപ്രഭാവം വളരെയധികം അവിടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അവിടെ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് വരാൻ സാധ്യത? മണലൂർ ശ്രീ പ്രതാപൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അടുപ്പവും അദ്ദേഹത്തിൻ്റെ ചില ആ മണലൂർകാർക്ക് ഇഷ്ടപ്പെട്ട ശൈലി, അതെല്ലാം പ്രതാപന് അനുകൂലമാണ്. കേരളത്തിലൊപ്പം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ജനം വളരെയധികം ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറയുടെ ആ ജയപരാജയം എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുന്നത്? കെ ബാബു എന്ന വ്യക്തി കൈയടക്കി വെച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തൃപ്പൂണിത്തറ. കെ ബാബു ഒഴികെ ആര് മത്സരിച്ചാലും അവിടെ പ്രവചനാതീതമായ ഒരു മണ്ഡലമാണ് എങ്കിൽ പോലും വളരെ നല്ല തീരുമാനമെടുത്ത് തൻ്റെ പ്രായം മനസ്സിലാക്കി കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടിയിൽ നിന്നും സ്വയം വിരമിച്ച് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അവിടെ തീർച്ചയായും കെ ബാബുവിൻ്റെ സ്ഥാനാർത്ഥിയായ UDF ദീപക് ജോയ് അദ്ദേഹത്തിനാണ് സാധ്യത കൂടുതൽ. യെസ്, ഇനി നമ്മൾക്ക് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വിശകലനം ചെയ്യേണ്ട രണ്ട് മണ്ഡലമാണ്. ഒന്ന് ധർമ്മടവും മറ്റൊന്ന് പറവൂരും. നമുക്ക് ഏറെക്കുറെയൊക്കെ അതിൻ്റെ ജയപരാജയക്കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ കൂടി എന്തായിരിക്കും താങ്കളുടെ ഒരു വിലയിരുത്തൽ ഈ പറയുന്ന രണ്ട് മണ്ഡലങ്ങളിൽ? ധർമ്മടം മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലമാണ്. അവിടെ ഒരു പ്രവചനമൊന്നും ആവശ്യമില്ല. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ട് മെജോറിറ്റി കിട്ടണമെന്നില്ല, പക്ഷേ നല്ല വിജയം അദ്ദേഹത്തിനുണ്ടാവും. ഇനി പറവൂരിലേക്ക് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം 22,000 വോട്ടിനാണ് അവിടെ UDFൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ജയിച്ചത്. അതിന് മുമ്പ് 20. അങ്ങനെ ഗ്രാഫ് ഓരോ പ്രാവശ്യവും കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം അവിടെ NDA കഴിഞ്ഞ 2 ടേമിൽ മത്സരിച്ചിട്ടില്ല. പകരം BJP മത്സരിച്ചിട്ടില്ല. NDAയുടെ ഘടകകക്ഷിയായ BJDSനാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത്. അതിൽ ഹരിവിജയൻ എന്നൊരു സ്ഥാനാർത്ഥി 2 ടേം മുമ്പ് മത്സരിച്ചിരുന്നു. അന്ന് ഏതാണ്ട് 28,000-ഓളം വോട്ട് ഹരിവിജയൻ എന്ന SNDP യൂണിയൻ്റെ ഒരു സെക്രട്ടറിയൊക്കെ ആയിരുന്നു അദ്ദേഹം. ആ സമയത്ത് സെക്രട്ടറി പ്രസിഡൻറ്റോ എന്തോ സ്ഥാനം ഉണ്ടായിരുന്നു യൂണിയൻ്റെ. ആ സമയത്ത് കിട്ടിയ വോട്ടൊന്നും ഇപ്പോഴത്തെ NDA സ്ഥാനാർത്ഥിയായ ശ്രീമതി വത്സല പ്രസന്നകുമാറിന് കിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത ദിവസം വരെ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിലുണ്ടായിരുന്ന വ്യക്തി പെട്ടെന്ന് ഇലക്ഷനോടനുബന്ധിച്ച് BJPയിലേക്ക് പോകുമ്പോഴുള്ള ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. മാത്രവുമല്ല,
NSS അല്ലെങ്കിൽ SNDP ഒന്നും വളരെ പ്രത്യക്ഷത്തിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയോട് അകലം പാലിക്കുന്നില്ല. പ്രത്യേകിച്ച് UDF ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആണ് നമുക്കൊരു മുഖ്യമന്ത്രി എന്ന് പറവൂർക്കാർ ആവേശത്തോടെ ആഗ്രഹിക്കുമ്പോൾ അവിടെ ഭൂരിപക്ഷം കൂടാൻ തന്നെയാണ് സാധ്യത. യെസ്. അപ്പോൾ ഏകദേശം ഒരു വളരെ പ്രാധാന്യമുള്ള 13 മണ്ഡലങ്ങൾ നമ്മളിവിടെ വിശകലനം ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് കേരളത്തിലെ ഓരോ ജില്ല തിരിച്ച് ഉള്ളൊരു വിശകലനത്തിലേക്ക് നോക്കാം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് 5 മണ്ഡലങ്ങളാണ് അവിടെയുള്ളത്. അതിൻ്റെ ഒരു വിശകലനം എങ്ങനെയായിരിക്കും? അവിടെ UDFന് 2 മണ്ഡലം കിട്ടും, LDFന് 2 കിട്ടും. അപ്രതീക്ഷിതമായ ഒരു മാറ്റം അവിടെ UDFന് വോട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു സീറ്റ് മഞ്ചേശ്വരം BJPക്ക് പോകും. യെസ്. ഒപ്പം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. 11 നിയമസഭാ മണ്ഡലങ്ങൾ അവിടെയുണ്ട്. കണ്ണൂരിൻ്റെ ആ ഒരു വിലയിരുത്തൽ എന്തായിരിക്കും? LDFന് അല്പം മുൻതൂക്കം അവിടെയുണ്ട്. 6 സീറ്റ് LDFന് കിട്ടും, 5 സീറ്റ് UDFന് കിട്ടും. അതർവൈസ് കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം 6 LDFും 5 UDFുമായിരിക്കും അവിടുത്തെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. വളരെ രസകരമായിട്ട് മനസ്സിലാക്കപ്പെടേണ്ട അല്ലെങ്കിൽ വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു ജില്ലയാണ് കോഴിക്കോട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ കേരളത്തിൽ ഒരേ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. അവിടെ എന്തായിരിക്കും നടക്കുക? കോഴിക്കോട് LDF 7 സീറ്റ് വരെ നിലനിർത്താം, 6 സീറ്റ് വരെ കോൺഗ്രസ്സിന് കിട്ടാം. അതിൽ കൊയിലാണ്ടിയിലൊക്കെ പ്രവീൺ കുമാറൊക്കെ നല്ല സ്ഥാനാർത്ഥിയാണ്, ജനം നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നേരത്തെ കാളും വ്യത്യസ്തമായ മാറ്റങ്ങളുണ്ടാകാം. അപ്പോൾ ബേപ്പൂരിനെ ചോദിക്കാം. ബേപ്പൂരിൽ ഇതുവരെയുള്ള എൻ്റെ ഒരു വിശകലനത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം നന്നായിട്ട് പറയാൻ സാധ്യതയുണ്ട്. അതിനെ അതിജീവിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ഒന്നും ശ്രീ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന് സംശയമുണ്ട്. ഏതായാലും അവിടെ നല്ല മത്സരമുണ്ട്, പക്ഷെ മുൻതൂക്കം റിയാസിന് തന്നെയാണ്. യെസ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രാജ്യം വളരെയധികം ഉറ്റുനോക്കിയ ഒരു പാർലമെൻറ്റ് മണ്ഡലമായിരുന്നു വയനാട്. വയനാട് 3 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? അത് 3ഉം UDFന് തന്നെ നിലനിർത്താൻ പറ്റും. UDF തന്നെയായിരിക്കും അവിടെ ജയിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് നോക്കുന്നത് UDFന് ഏറെ പ്രാധാന്യമുള്ള മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ടാണ്. 16 നിയമസഭാ മണ്ഡലങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ ഒരു വിശകലനം എന്താണ്? ലീഗിന് മുൻതൂക്കമുള്ള, കോൺഗ്രസ്സിന് നല്ല ബന്ധങ്ങളുള്ള മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം 13 സീറ്റ് വളരെ എളുപ്പത്തിൽ UDFന് കിട്ടും. KT ജലീലിൻ്റെ കാര്യം വളരെ പരിങ്ങലിലാണ്. 3 വരെ സീറ്റ് LDFന് ലഭിച്ചേക്കാം പരമാവധി. അപ്പോൾ 16 സീറ്റിൽ 3 സീറ്റ് LDFനും ബാക്കി 13 സീറ്റ് UDFനുള്ളതാണ്. ഓക്കെ. അടുത്ത വളരെ വിവാദങ്ങളുണ്ടായൊരു ജില്ലയാണ് പാലക്കാട്. പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും? UDFന് 5 സീറ്റ് വരെ ലഭിക്കും. LDFനെ സംബന്ധിച്ചോളം 7 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ അടിയൊഴുക്കുകൾ ശക്തമാണ്. അതായത് നമ്മൾ പലരുമായി ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കമൻസുകൾ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോഴത്തെ NDAയുടെ സ്ഥാനാർത്ഥി അവിടെ തന്നെ കഴിഞ്ഞ 5 വർഷം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അപ്പുറത്ത് വേറെ മലമ്പുഴയിൽ മത്സരിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ തവണത്തെ NDAയുടെ സ്ഥാനാർത്ഥി, അതുപോലെ ആ മണ്ഡലത്തെ തന്നെ നോക്കിക്കൊണ്ട് ഇപ്പോഴത്തെ NDA സ്ഥാനാർത്ഥി നിന്നിരുന്നെങ്കിൽ അവിടെ NDAക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടായേനെ.
ഇവിടെ കലാരംഗത്തു നിന്ന് വന്ന ശ്രീ പിഷാരടി ആ രീതിയിലൊരു ഡിഫൻസാണ് മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് LDF ഒക്കെ നോക്കിയിരുന്നത്. പക്ഷേ അതെല്ലാം മാറി അദ്ദേഹം നല്ല തെളിഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സാമുദായികമായ വ്യക്തിപരമായ ഒരുപാട് പാലക്കാടിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. അദ്ദേഹത്തിന് അതൊക്കെ കണക്കൂട്ടുമ്പോൾ പാലക്കാട് ഞാൻ പറഞ്ഞതുപോലെ 5 UDFും 7 LDFും ആണ് കാണുന്നത്. പക്ഷെ അടിയൊഴുക്കുകൾ ഇനിയും ഉണ്ടാകാം. അത് UDFന് അനുകൂലമായിട്ടാണ് ആ അടിയൊഴുക്കുകൾ പ്രതിഫലിക്കുക. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ഒരുപാട് വളരെ നല്ല വാശിയേറിയ മത്സരം നടക്കുന്നൊരു ജില്ലയാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ ഇപ്രാവശ്യത്തെ ചായ്വ് എങ്ങോട്ടായിരിക്കും? 13 സീറ്റാണ് തൃശ്ശൂരുള്ളത്. ആ 13 സീറ്റിൽ 9 വരെ LDFന് കിട്ടാം, 4 സീറ്റ് UDFന് ലഭിക്കും. NDA പ്രതീക്ഷിച്ച സീറ്റ് തൃശ്ശൂരത്തെയാണ്. അത് ഒരു കാരണവശാലും ശ്രീമതി പത്മജ വേണുഗോപാലിന് ലഭിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മളെല്ലാവരും ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന എറണാകുളം ജില്ലയാണ്. 14 നിയമസഭാ മണ്ഡലങ്ങളാണ് എറണാകുളത്തുള്ളത്. ഒപ്പം വളരെ വാശിയേറിയ പ്രഗത്ഭർ മത്സരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂരും എറണാകുളത്ത് പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരു നിയമസഭാ മണ്ഡലമാണ്. എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? എറണാകുളം ജില്ലയിലെ 14 നിയോജകമണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കൊച്ചി, അത്ഭുതകരമായിട്ടാണ് അവിടെ UDFൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ മുഹമ്മദ് ഷിയാസ് വിജയിക്കാൻ പോകുന്നത്. ആ ഷിയാസിൻ്റെ അപ്രോച്ച്, ഹാർട്ട് എന്നുള്ള സംസാരം, ഓപ്പൺനെസ് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സിറ്റിംഗ് MLA മാക്സി, അദ്ദേഹത്തിന് നല്ല ചാൻസ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഷിയാസ് വന്നതോടുകൂടി അവിടെ UDFന് മൊത്തത്തിൽ അനുകൂലമായി നിൽക്കുന്നു. ബാക്കി 14ൽ 12 സീറ്റ് വരെ UDFന് ഈസിയായിട്ട് വിൻ ചെയ്യാവുന്ന അവസ്ഥയുണ്ട്. അതിൽ UDFന് ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് ഒന്ന് വ്യവസായ മന്ത്രി ശ്രീ P. രാജീവിൻ്റെ കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ 1-2% വോട്ട് വ്യത്യാസം ആണ് പെട്ടെന്ന് ഇതുവരെയുള്ള ഞങ്ങളുടെ അനാലിസിസിൽ മനസ്സിലായത്. അത് മറിയാനും സാധ്യതയുണ്ട്. കാരണം ഇബ്രാഹിം കുഞ്ഞ് എന്ന കളമശ്ശേരിയിലെ മുൻ MLA, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ഈ അടുത്ത കാലത്താണ്. അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടി കളമശ്ശേരിയിൽ ചെറുതായി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കളമശ്ശേരിയിൽ UDFൻ്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടാകും. ഏതായാലും ചെറിയ മാർജിനാണ് അവിടെ ഉള്ളത്. ഇൻകം ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പും മിഡിൽ ഡൗൺ ഗ്രൂപ്പും ഒക്കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഗഫൂറിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ അവസാനത്തെ ഒരു മാറ്റം, പിന്നെ CPMലുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് ധരിക്കുന്ന പല അടിയൊഴുക്കുകളും അവിടെ വർക്ക് ചെയ്യുമോ എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. ഏതായാലും അവിടെ ശ്രീ P. രാജീവിന് ഒരു ചെറിയ എഡ്ജ് ഉണ്ട്. അത് അവസാനം വരെ നിലനിൽക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. വൈപ്പിനിൽ അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണി, അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി CPMൻ്റെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അവിടെ CPMൻ്റെ ഉണ്ണികൃഷ്ണൻ മത്സരിച്ച് ജയിച്ച ഒരു സ്ഥലമാണ്. അദ്ദേഹം ഇപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് മാറി. അവിടെ LDFന് വളരെ ചെറുതായിട്ട് അനുകൂലമായ ഒരവസ്ഥയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെ മാറ്റങ്ങൾ ഇപ്പോൾ വിലയിരുത്താൻ പറ്റുന്നില്ല.
അപ്പോൾ എറണാകുളം ഏകദേശം UDF-നൊപ്പം നിൽക്കുന്നതാണ് നിങ്ങളുടെ ഒരു വിശകലനത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇടുക്കിയിലേക്ക് വരാം. 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഇടുക്കിയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഉള്ള സ്ഥലമാണ്. പിന്നെ പഴയ മിനിസ്റ്റർ PJ ജോസഫിൻ്റെ മകൻ മത്സരിക്കുന്ന തൊടുപുഴ. മൊത്തത്തിൽ എല്ലാ സീറ്റിലും UDF-ന് അനുകൂലമായ ഒരു കാലാവസ്ഥയുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ 5 സീറ്റും UDF ജയിക്കാനാണ് സാധ്യത. ഓക്കെ, നമ്മുടെ അക്ഷര നഗരിയാണ് കോട്ടയം. കോട്ടയത്ത് 9 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. വളരെ പ്രാധാന്യവും ഒപ്പം ജനം ശ്രദ്ധിക്കുന്നതുമായൊരു ജില്ലയാണ് കോട്ടയം. ആ കോട്ടയത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു വിശകലനം? കോട്ടയത്ത് ഏതാണ്ട് 5 UDF, 4 LDF. നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിലൊക്കെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടതോ മറ്റ് ഘടകങ്ങളോ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടേഴ്സ്, ഇരട്ട നീതി മുതലായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ അടിയൊഴുക്ക് ഇപ്പോൾ പ്രവചനാതീതമാണ്. എങ്കിലും ഏറ്റുമാനൂരിൽ ഒരല്പം മുൻതൂക്കം ഇപ്പോഴത്തെ നിലയിൽ ശ്രീവാസവനുണ്ട്. അടിയൊഴുക്കുകളുടെ കാര്യം ഇപ്പോൾ വിലയിരുത്താൻ വ്യക്തമായി പറ്റില്ല എങ്കിൽ പോലും അവിടെ UDF-ന് 5 സീറ്റ് വരെ കിട്ടാം, 4 സീറ്റ് LDF-നും കിട്ടാം. യെസ്, അടുത്തത് നമ്മൾ ആലപ്പുഴയിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ മഹാരഥന്മാർ മത്സരിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. ഇപ്പോൾ പ്രത്യേകിച്ചും CPM-ൻ്റെ ഭാഗത്തുണ്ടായൊരു മന്ത്രി സ്വതന്ത്രനായി UDF-ൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു. ആലപ്പുഴയിൽ എന്താണ് നടക്കുന്നതെന്നറിയാനുള്ള ഒരു ആകാംക്ഷ പൊതുജനത്തിനുണ്ട്. എന്തായിരിക്കും താങ്കളുടെ വിശകലനം ആ ജില്ലയെക്കുറിച്ച്? ആലപ്പുഴയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ശ്രീ G. സുധാകരൻ്റെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ മത്സരം, അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ UDF-ൻ്റെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്രനായ പഴയ CPM മിനിസ്റ്റർ ശ്രീ G. സുധാകരൻ ശക്തമായ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആലപ്പുഴ ജില്ലയിൽ UDF-ന് 5 വരെ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു സാധാരണ നിലയിലുള്ള അടിയൊഴുക്കിലാണ് ഞാൻ പറയുന്നത്. അതിലേറെ അടിയൊഴുക്കുണ്ടായാൽ അതിലും കൂടുതൽ സീറ്റുകൾ UDF-ന് ആലപ്പുഴയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. CPM-ലെ സുധാകരൻ ഫാക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആലപ്പുഴയിൽ മൊത്തത്തിൽ നിലനിൽക്കും. എന്നിരുന്നാൽ പോലും 4 സീറ്റ് LDF-ന് അവിടെ പ്രതീക്ഷിക്കാം, അപ്രതീക്ഷിതമായ ചലനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ. ഈ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് സ്ഥാനം കിട്ടിയ ഒരു ജില്ലയാണ് പത്തനംതിട്ട. ശബരിമല പരിപാവനമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണത്. അവിടെ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? അവിടെ ആറന്മുളയിലേക്ക് എടുക്കാം. ആറന്മുളയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിന് വീണ ജോർജിനെ തോൽപ്പിക്കാൻ അബിൻക്ക് കഴിയാൻ സാധ്യതയുണ്ട്. അവിടെ ശക്തമായ രാഷ്ട്രീയ ചിന്തകൾ നടക്കുന്നുണ്ട്. ആരോഗ്യരംഗത്തെ വീഴ്ചകൾ അബിൻ വർക്കി വളരെ നന്നായി വോട്ടേഴ്സിൽ എത്തിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു വധശ്രമ കാര്യങ്ങളെല്ലാം അവിടെ പ്രതിഫലിക്കും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യൂത്ത് കോൺഗ്രസ് അന്ന് ഇരയായ വധശ്രമത്തിന് കേസെടുത്തവരെയൊക്കെ ആ ചെറുപ്പക്കാരെയൊക്കെ നന്നായി അവതരിപ്പിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോഴത്തെ നിലവിലെ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം
3 സീറ്റ് യു ഡി എഫിനും 2 സീറ്റ് എൽ ഡി എഫിനും കിട്ടാനാണ് സാധ്യത. ഓക്കെ. ഒപ്പം കേരള ജനത ഏറ്റവും വളരെ സാഗൂതം നോക്കിക്കാണുന്ന ഒരു ജില്ലയാണ് കൊല്ലം. കൊല്ലത്ത് പലരും വാശിയേറിയ മത്സരത്തിലാണ്. കൊല്ലത്ത് ഇപ്രാവശ്യം ചായ്വ് എങ്ങോട്ടായിരിക്കും? കൊല്ലം യു ഡി എഫിലേക്ക് ചെറിയ ചായ്വ് കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ മുകേഷിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ പാർട്ടിയിലെ CPM-ലെ ചില പ്രശ്നങ്ങൾ അടിത്തട്ടിലേക്ക് എത്തിയോ എന്ന് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിശബ്ദമായി ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ കൊല്ലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് യു ഡി എഫ് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 6 സീറ്റ് യു ഡി എഫിനും 5 സീറ്റ് എൽ ഡി എഫിനും വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊല്ലത്ത് ഒരു ശക്തമായ മാറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരമാണ്. ഒരുപാട് നേതാക്കളുള്ള ഒരു ജില്ലയാണ്. ശക്തിയേറിയതും പ്രാധാന്യമുള്ളതുമായ മത്സരങ്ങൾ അവിടെയുണ്ട്. അവിടെ ഇപ്രാവശ്യത്തെ ഏറ്റവും പുതിയ ഒരു വിലയിരുത്തൽ എന്തായിരിക്കും? അവിടെ 14 സീറ്റാണ് ട്രിവാൻഡ്രത്തുള്ളത്. അതിൽ അടിയൊഴുക്കുകൾ നന്നായിട്ടുണ്ട്. കോർപ്പറേഷൻ എൽ ഡി എഫിൽ നിന്നും NDA BJP പിടിച്ചെടുത്തതാണ്. അവിടെ നല്ല മാറ്റങ്ങൾ BJP കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് 4 സീറ്റ് വരെ യു ഡി എഫിന് ജയിക്കാൻ പ്രയാസമില്ല. അതിനപ്പുറത്തേക്ക് അത് കടക്കുമോ എന്നുള്ളത് BJPയുടെ അല്ലെങ്കിൽ NDAയുടെ വോട്ട് എങ്ങനെ പ്രതിഫലിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ആ ജില്ലയിൽ 1-2 NDA സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അത്തരം കാര്യങ്ങൾ പ്രവചനാതീതമാണെന്ന് പറയാം. ഏതായാലും നമുക്ക് LDFന് അനുകൂലമായ ഒരവസ്ഥ അവിടെ ഉണ്ട് എന്നാണ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ പറ്റുക. അടിയൊഴുക്കിൻ്റെ വ്യാപ്തി പല നിയോജകമണ്ഡലത്തിലും ഇപ്പോൾ കണക്ക് കൂട്ടാൻ പറ്റില്ല. CP ജോൺ അവിടെ ജയിക്കാം. വട്ടിയൂർക്കാവിൽ ശ്രീ K മുരളീധരൻ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി പറയാം. അതിനപ്പുറത്തേക്കുള്ള ഒരു മാറ്റം ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നിരീക്ഷിക്കേണ്ടതുണ്ട്. വോട്ട് ചെയ്യാൻ പോകുന്ന നിമിഷം വരെ പ്രവചനാതീതമായ 4-5 നിയോജക മണ്ഡലങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒക്കെ രാഷ്ട്രീയ വിജയം നിരീക്ഷിക്കണമെങ്കിൽ 1-2 ദിവസം കൂടി കഴിയേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ BJPക്ക് അവിടെ ഷുവറായിട്ടൊരു സീറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം UDFന് 4 സീറ്റ് ഉറപ്പാണ്. LDFന് 10 സീറ്റ് വരെ കിട്ടാം. അതിൽ നിന്ന് മറ്റുള്ള കക്ഷികൾ എങ്ങനെ അവസാന ദിവസങ്ങളിൽ വർക്ക് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇത്രയും വളരെ നല്ലൊരു വിശകലനം ഇവിടെ നൽകിക്കഴിഞ്ഞു. താങ്ക് യു ഡോക്ടർ KS ഹരിഹരൻ. താങ്ക് യു.